ആശുപത്രിയിൽ നിന്നുള്ള വീഡിയോ പങ്കുവച്ച് നടൻ ബാലയുടെ മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ താൻ മരിച്ചാൽ അതിന് ഉത്തരവാദി മുൻ ഭർത്താവും അയാളുടെ കുടുംബമായിരിക്കുമെന്ന് എലിസബത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച നിലയിലായിരുന്നു എലിസബത്തിന്റെ വീഡിയോ കാണുന്നത്. താൻ മരിച്ചു കഴിഞ്ഞാലും നീതി ലഭിക്കില്ലെന്നും ഇങ്ങനൊരു വീഡിയോ പങ്കുവച്ചാൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് അറിയില്ലെന്നും വീഡിയോയിൽ എലിസബത്ത് പറയുന്നു. സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി ലഭിക്കും എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ കാര്യത്തിൽ അത് നടന്നിട്ടില്ല. സോഷ്യൽ മീഡിയയുടെ എല്ലാം പറയുകയും മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ പരാതി കൊടുക്കുകയും ചെയ്തു. കാശുള്ളവനും വലിയ നിലയിലുള്ള ആളുകൾക്കുമാണ് നീതി ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലായി. വീഡിയോയിൽ എലിസബത്ത് പറയുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ വ്യക്തിയാണ്. വിവാഹം നടന്നിട്ടില്ലെന്നാണ് അയാൾ പറയുന്നത്. പിന്നെ എന്തിനാണ് ഭാര്യയെന്ന് പറഞ്ഞ് അഭിമുഖങ്ങളിലും സ്റ്റേജ് ഷോയിലും പങ്കെടുപ്പിച്ചതെന്ന് അറിയില്ല. എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തുടരെ പല ഭീഷണി വീഡിയോകളും കൗണ്ടർ കേസുകളും. കല്യാണം നടന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ഫംഗ്ഷനൊന്നും നടന്നിട്ടില്ല. എല്ലാം ഇമാജിനേഷൻ എന്നാണ് അവർ പറയുന്നത്. പിന്നെ എന്തിനാണ് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഭാര്യയാണെന്നും അഭിമുഖങ്ങളിലും സ്റ്റേജ് ഷോയിലുമൊക്കെ നടത്തിയെന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രിക്കും കോടതിക്കും പരാതി നൽകി. എന്നിട്ടും എൻ്റെ നീതിക്ക് കാലതാമസം വരികയാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു തവണ വീട്ടിൽ വന്ന് അന്വേഷിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ അറിയില്ല. കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. കുറേ തവണ പ്രതിയും വക്കീലും കോടതിയിൽ വന്നില്ല. ഒടുവിലത്തെ തവണ വക്കീൽ കോടതിയിൽ വന്നപ്പോൾ അയാൾക്ക് പണമില്ലാത്ത ആളാണെന്ന് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. 250 കോടിയുണ്ടെന്ന് പറയുന്ന ആളാണ്. ഞാനിപ്പോൾ ആശുപത്രിയിലാണ് കിടക്കുന്നത്. സംശയമുണ്ടെങ്കിൽ എല്ലാം പരിശോധിച്ച് നോക്കാം. ഞാൻ മരിക്കുകയാണെങ്കിൽ അതിന് അയാൾ മാത്രമായിരിക്കും കാരണം. എന്നെ ചീറ്റ് ചെയ്തു, ശാരീരികമായി ഉപദ്രവിച്ചു, മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തി. അയാൾ മാത്രമല്ല, അയാളുടെ കുടുംബം മുഴുവൻ. സ്ത്രീകൾക്കായി നീതി കിട്ടുന്നുണ്ടെന്ന് എപ്പോഴും പറയും. പക്ഷേ കാശുണ്ടോ, ആരാണ് വലുത് എന്ന് നോക്കിയാണ് നീതി കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ വീഡിയോ പുറത്തിറങ്ങുമ്പോൾ എന്താകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും അന്ന് അറിയില്ല. പണ്ടാരാണ്ടോ ചത്തുകഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. ആ കല്യാണക്കുറി ഭാര്യയെന്ന് പറഞ്ഞു കൊണ്ട് നടന്നതും നിങ്ങളെയും കൂട്ടി പറ്റിക്കുകയായിരുന്നല്ലോ. പല കാര്യങ്ങളും തെളിവ് സഹിതം പറഞ്ഞു. എന്നിട്ട് ഒരാൾ പോലും കേസെടുത്തില്ല.